സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്തു. വളരെ നിർണായകമായ നീക്കം കൂടിയാണ് മുൻ പ്രസിഡന്റ്. 2019 കാലയളവിൽ പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നടന്ന ഒരു കൊള്ള എന്നുള്ള രീതിയിൽ കൂടെ ചോദ്യം ചെയ്തു. മാത്രമല്ല നേരത്തെ എൻ വാസുവിനെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലം എനിക്കറിയില്ല. കാര്യം നമുക്ക് സിജോയോട് തന്നെ ചോദിക്കാം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വളരെ നിർണായകമായ നീക്കമാണ് എൻ വാസു നേരത്തെ മാധ്യമങ്ങളെയൊക്കെ കണ്ട് 2019 കാലയളവിലായിരുന്നു. പക്ഷെ തന്റെ കാലയളവിലല്ല ഇത് നടന്നത്, ഇത് കൊടുത്തത് താനല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അത് ആരുടെയെങ്കിലും മൊഴിയുടെ ഭാഗമായിട്ടാണോ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചു എന്നാണ് വിവരം? എന്തൊക്കെയാണ് എൻ വാസുവിന് ഇതിൽ ഉണ്ടായിരിക്കുന്ന പങ്ക്? ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ കേസിലെ ഒരു പ്രതിയാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറുകയൊക്കെ ചെയ്തിരുന്നു. ഈ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന സമയത്ത് എൻ വാസുവിന്റെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ഇത് രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരുന്നത്, ആ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരുന്നത് എൻ വാസുവിന്റെയൊക്കെ അറിവോടെയാണ് എന്നാണ് ഒരു മൊഴിയാണ് ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പറയുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. എന്തായാലും ദിവസങ്ങളായി ഈ മറ്റു ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു. അതിനുശേഷം സുധീറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഇവർ രണ്ടുപേരും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയി. ഇന്നലെയും കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിന്റെ അന്വേഷണം, ഇതിന്റെ ചോദ്യം ചെയ്യൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നാലെയാണ് ഇന്നലെ തന്നെ ഇയാളെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ തനിക്കത് അറിവുണ്ടായിരുന്നു ഈ കൊള്ളയ്ക്ക് എന്നുള്ള ഒരു ആരോപണത്തെ വാസു പൂർണ്ണമായും തള്ളുകയാണ്. തന്റെ അറിവോടെ അല്ല, തന്റെ രേഖകളിൽ തന്റെ മുന്നിൽ ഇങ്ങനെ വന്നു, താനത് ഒപ്പിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ കൊള്ളയ്ക്ക് കൂട്ടുന്നതായി താൻ നിന്നിട്ടില്ല. അത്തരം അറിവ് തന്റെ അറിവോടെ കൂടെയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നുള്ള ഒരു മൊഴിയാണ് വാസു നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രാഥമികമായ മൊഴിയെടുക്കൽ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോഴും പോയിട്ടില്ല. ഈ മൊഴികൾ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ കൂടി പരിശോധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്വർണ്ണക്കൊള്ളയ്ക്ക് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഇയാളുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള പങ്ക് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം വാസുവിനെ വിട്ടയച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. മുരാരി ബാബു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യമുനയിൽ വരാനും അറസ്റ്റിനും സാധ്യതയുള്ള ആൾ ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാൾ വാസു തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ 2019 ഫെബ്രുവരി 16 നൽകിയ കത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നായിരുന്നുവെങ്കിൽ വാസു ഫെബ്രുവരി 26 ദേവസ്വം ബോർഡ് നൽകിയ ശുപാർശയിൽ സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് മാത്രമാക്കി. തീർച്ചയായിട്ടും അതൊരു വലിയ തരത്തിലുള്ള ആരോപണം കൂടിയാണ്. ആരോപണം മാത്രമല്ല, അത് സംശയാതീതമായി തെളിയിക്കപ്പെടുക കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വർണം പൂശിയ എന്ന് ഒഴിവാക്കുമ്പോൾ അവിടെ കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ഇന്റൻഷനോട് കൂടെ തന്നെയാണ് അത് ചെയ്തത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യമുന ഇപ്പോൾ എൻ വാസുവിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അറസ്റ്റ് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. തീർച്ചയായും അപ്പോൾ വാസുവിന്റെ ഈ പരാമർശം അംഗീകരിച്ചാണ് മാർച്ച് 19 ബോർഡ് തീരുമാനം. ഇതനുസരിച്ചുള്ള ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിയുടെ സ്വർണ്ണപ്പാളികൾ തിരിമറിയുടെ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിവശം കൊടുത്തയച്ചത്. എന്തായാലും സിജോ തുടരുന്നുണ്ട്. സിജോ, ഇപ്പോ എൻ വാസു സ്വാഭാവികമായും ഈ ചോദ്യമുനയിലേക്ക് വരും എന്നുള്ളതും നിശ്ചയമായും മുരാരി ബാബു കഴിഞ്ഞാൽ മൊഴിയെടുപ്പിന് വിളിച്ചു വരുന്ന ഒരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതും വാസു ആയിരുന്നു. കാരണം വാസുവിന് കാര്യമായി ഇത് രേഖപ്പെടുത്തുന്നതിലും ഇത് ചെമ്പാണ് എന്ന് വരുത്തി തീർക്കുന്നതിലും കട്ടളപ്പാളി പോറ്റിക്ക് കൊടുത്തയക്കുന്നതിലും കാര്യമായ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതാണ്. അതെങ്കിലും അടുത്ത അറസ്റ്റിന് സാധ്യതയുള്ള ആൾ വാസുവാണെന്ന് നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് നേരത്തെ തന്നെ വാസുവുമായി കേന്ദ്രീകരിച്ചുള്ള വാസുവുമായി കണക്ട് ചെയ്തുള്ള അന്വേഷണം നേരത്തെ തന്നെ SIT നടത്തുന്നുണ്ട്. ഒരു ചോദ്യമുനയിലേക്ക് വന്നത് ഇപ്പോഴാണ് എന്ന് കരുതണമോ? ഈ അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ്, അതിന്റെ രേഖകൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ, നിലവിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി ഓരോ ആളുകളുടെയും പങ്ക് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ പ്രതികളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണ് മുരാരി ബാബുവിനെയും പിന്നീട് സുധീഷിനെയും ഒക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നത്. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി മൊഴി
രേഖപ്പെടുത്തിയതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇത് വാസു മുൻ പ്രസിഡന്റാണ്, ദേവസ്വം കമ്മീഷണറാണ്, സർക്കാരിലും ഒക്കെ വളരെയധികം ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായി പറയുന്നത് പോലെ അറസ്റ്റ് എന്ന് പറയുന്നത് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ മറ്റു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ഈ പറയുന്ന കൂടുതൽ തെളിവുകൾ ലഭിക്കുക, അത് സ്ഥിരീകരിക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക, അതിനുശേഷം മാത്രം തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനിയും തുടർ ചോദ്യം ചെയ്യലുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം വാസുവിന്റേതായ കുറെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ രേഖകൾ പരിശോധിക്കണം. അതിന്റെ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ പോവുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം ഇയാൾ പറയുന്നത് തെറ്റാണ്, ഇതിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അയാളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. എന്തായാലും ഈ ഘട്ടത്തിൽ എന്തായാലും അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് പോകുന്നില്ല, കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. വിവരങ്ങൾ അത് ഇപ്പോൾ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘ തീരുമാനം. കൃത്യമായ മൊഴികൾ ഇക്കാര്യം നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിളിച്ചു വരുത്തും. അവരിൽ നിന്ന് കൂടി വിവരം തേടിയതിനു ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക.